ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഓത്തറിന്റെ എല്ലാ ബുക്സും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ ഓത്തർ ഈസ് ഗില്ലിയൻ ഫ്ലിൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഐഡിയ എൻ്റെ കമന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതൊരു പാർട്ട് 1 ലൈക്ക് ഓരോ ഓത്തേഴ്സിൻ്റെയും പാർട്ട് 2 ഒക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ. അപ്പോൾ ഗില്ലിയൻ ഫ്ലിൻ ആണ് ഒരു ഓത്തർ. ഐ ക്യാൻ സേ ലൈക്ക് ഐ ഹാവ് റെഡ് ഹെർ എവറി ബുക്ക്. അപ്പൊ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഓത്തേഴ്സ് എന്റെ ലിസ്റ്റിൽ വളരെ കുറവാണ്. ഗില്ലിയൻ ഫ്ലിൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഓത്തറാണ്. ആൻഡ് ഐ റിയലി ലവ് ഹെർ വർക്ക്സ് ബിക്കോസ് ആ ഒരു റൈറ്റിംഗ് ഭയങ്കര ഫിനോമിനൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ആൻഡ് ഷീ നോസ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. അപ്പോൾ ഐ റിയലി ട്രസ്റ്റ് ഹെർ ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ ഓത്തർ എനിക്ക് ബ്ലൈൻഡ്ലി പറയാൻ പറ്റും ലൈക്ക് വാട്ട് എവർ ഷീ കംസ് അപ്പ് വിത്ത് ഐ റീഡ് ഇറ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഉറപ്പാണ് അവളുടെ ബുക്സ് എനിക്ക് ഭയങ്കര സ്ട്രോങ്ലി, ഈവൻ ദോ ഞാനത് എനിക്ക് ഇഷ്ടാവില്ലെങ്കിലും ഐ വിൽ ഡെഫിനറ്റ്ലി റീഡ് എനിത്തിങ് ഫ്രം ഹർ. സോ അങ്ങനെയുള്ളൊരു ഓത്തറാണ് എനിക്ക് ഗില്ലിയൻ ഫ്ലിൻ. സോ എന്നെ അട്രാക്ട് ചെയ്ത ഫസ്റ്റ് ഗില്ലിയൻ ഫ്ലിൻ ബുക്കാണ് ഗോൺ ഗേൾ, വിച്ച് ഇസ് മൈ അൾട്ടിമേറ്റ് ഫേവറേറ്റ് ബുക്ക്. ലൈക്ക് ഏതൊരു ഫേവറേറ്റ് ലിസ്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിലും അതിൽ ഗോൺ ഗേൾ എങ്ങനെയായാലും ഉണ്ടാവും. അത് ഇപ്പോൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മേ ബി അത്രയും നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നൗ ഒരുപാട് അങ്ങനത്തെ ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് ഒക്കെ ഒരുപാട് റിലീസായി പബ്ലിഷായി. അപ്പൊ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ ഗോൺ ഗേൾ വായിച്ച സമയം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അഗാഥ ക്രിസ്റ്റി അതുപോലെ ക്ലാസിക് ബുക്സ് വായിച്ചിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇതുപോലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ടേക്ക് ഓൺ ത്രില്ലേഴ്സ്. അപ്പോൾ അതിൽക്ക് ഞാൻ ചുവട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് കേൾക്കുന്നു, ഗോൺ ഗേളിനെ പറ്റിയിട്ട്, അങ്ങനെ ഞാനത് വായിക്കുന്നു. ആൻഡ് ആഫ്റ്റർ റീഡിങ് ദാറ്റ് ബുക്ക് ഒരു ഹാഫ് വേ എത്തുമ്പോൾ ദർ ഇസ് എ പ്ലോട്ട് ട്വിസ്റ്റ്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് കാരണം ഇറ്റ് ജസ്റ്റ് ക്രാഷ്ഡ് മീ. ആൻഡ് അത് കാരണം തന്നെ എൻ്റെ റീഡിങ്ങിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ലൈക്ക് ഐ ഹാവ് എക്സ്പെക്ടേഷൻ ഫ്രം അതർ ബുക്സ് ആസ് വെൽ. കാരണം ആ ഒരു ബുക്ക് അത്രയും ടോപ്പ് ആയതുകൊണ്ട് തന്നെ ആൻഡ് ആ ഒരു ബുക്കിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു കംപ്ലീറ്റ് റീഡിങ്ങിലുള്ള ആ ഒരു ലെവൽ തന്നെ മാറിപ്പോയ ഒരു ബുക്കായിരുന്നു. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് നിക്കും ആമിയും. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് 5 വർഷമായി, ആനിവേഴ്സറി ആണ്. അപ്പോൾ ഏമി മിസ്സിങ് ആവാണ്. സോ അത്രേ നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ഇതില് കാര്യമായിട്ടൊന്നും അറിയേണ്ടതില്ല. ബിക്കോസ് I went into it so blind and I really enjoyed it. Spoilers ഇല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഗോൺ ഗേളിനെ പറ്റിയിട്ട്. ബട്ട് I would definitely say I really enjoyed the plot twist. അതുപോലെ ആ ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ, അൺഹിഞ്ച്ഡ് ക്യാരക്ടർ, how much a woman can go, ആ ഒരു സ്ട്രെച്ച് I really realized in this book. And അതൊക്കെ ആയിരുന്നു what really changed my reading journey. So I'm going to spill some spoilers. അതില്ലാതെ ഇത് എനിക്ക് ഇതിൻ്റെ ആ ഒരു ഡെപ്തിൽ പറഞ്ഞു തരാൻ പറ്റില്ല. സോ നിങ്ങളിത് വായിക്കാത്തവരാണെങ്കിൽ യു ഷുഡ് സ്കിപ്പ് ദിസ് പാർട്ട്. ഏമി വാസ് സോ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലൈക്ക് ഏമി ആണ് ഇതെല്ലാം ചെയ്തത്. ലൈക്ക് ഏമി മിസ്സിങ് ആയിട്ടില്ല. ഷീ ഈസ് ഡൂയിങ് ദിസ് ടു ടോർച്ചർ ഹെർ ഹസ്ബൻഡ് ബിക്കോസ് ഹസ്ബൻഡ് ഹാവ് ആൻ അഫെയർ. സോ ആ ഒരു ഭാഗമാണ് എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് ഷോക്കാക്കിയ ഒരു ഭാഗം. ലൈക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞ ബുക്ക് വായിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് നിക്കിനെ ഇഷ്ടാവുന്നില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രശംസിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അവന്റെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, പിന്നെ അവന് ഓരോ കാര്യങ്ങൾക്ക് ഏമിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു. ബട്ട് ഏമി മിസ്സിങ് ആയിട്ട് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ഏമി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. സോ അവിടെ ആ ഒരു ഡയറി വായിച്ചിട്ട് എനിക്കുണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് അത് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. ബിക്കോസ് ഞാൻ അന്ന് കുറച്ച് ഇങ്ങനെയൊന്ന് വായിക്കുന്ന ഈ ഒരു മോഡേൺ റീഡിങ് ഇതിലെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ടായിരിക്കണം അതിനെ എത്രയും ഹിറ്റ് ചെയ്യാൻ കാരണം. ആൻഡ് ആ ഒരു അവസാനം വരെ അവളുടെ ആ ഒരു മീഡിയ അറ്റൻഷൻ അവൾക്ക് കിട്ടുന്നത്, അവളുടെ നാട്ടുകാരെ അവളെ ഫേവറിലാക്കുന്ന അവളുടെ ആ ഒരു ടെക്നിക്സ്, ഫേക്ക് പ്രഗ്നൻസി ആയിട്ടുള്ള അവളുടെ ടെക്നിക്സ്,
ഇതെല്ലാം തന്നെ ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഷോക്കാക്കി. ഇങ്ങനെയൊക്കെ ഹൗ ക്യാൻ എ വുമൺ ഡു? കാരണം ഒരു ഇയർ കാത്തു നിന്ന് റിവെഞ്ച് നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ അത്രയും കാലം നമ്മൾ ആ ഒരു റിവെഞ്ച് നടക്കുന്നവരെ വിൽ ബി ഡിസ്റ്റർബ്ഡ് എവറി സിംഗിൾ ഡേ. അപ്പോൾ അതിൽ ഏമിയുടെ ഹസ്ബൻഡ് വേറൊരു അഫെയർ ഉണ്ടെന്ന് അറിയുന്നത് തൊട്ട് ഏമി ഈസ് വെയിറ്റിംഗ് ഫോർ എ ടൈം, ലൈക്ക് ആ ഒരു ചാൻസ് to do her revenge. That was so mind blowing, and the way Gillian Flynn ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്, ആൻഡ് the real ending ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആയിരുന്നു. ലൈക്ക് he have to live with her കാരണം there is no other way, and അത് I don't have words to describe all this. ഇപ്പോഴും എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഉണ്ട് ആ ഒരു എൻഡിങ്ങിൽ. ബിക്കോസ് അവൾ അത്രയും വലിയൊരു പണിഷ്മെന്റ് ആണ് നിക്കിന് കൊടുക്കുന്നത്, ആൻഡ് ഹി ഹാവ് ടു സ്റ്റേ വിത്ത് ഹർ, സീയിങ് ഹർ ഫേസ് എവറി ഡേ, ഗോയിങ് ത്രൂ ദിസ് എവറി ഡേ. പ്രോപ്പർ അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്, ലൈക്ക് ഇറ്റ് വിൽ ഹോണ്ട് us എവറി ഡേ. സോ അങ്ങനത്തെ ഒരു എൻഡിങ് I really enjoyed this book. അപ്പോൾ ഗോൺ ഗേൾ വാസ് എ 5 സ്റ്റാർ. എനിക്ക് അതിനെ പറ്റി പറയാനുള്ള തെറ്റുകുറ്റങ്ങളൊന്നുമില്ല, ബിക്കോസ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഐ ഓൺലി റിമെമ്പർ ദ ഗുഡ് തിങ്സ് അബൌട്ട് ദാറ്റ്. അതായിരുന്നു ഗില്ലിയൻ ഫ്ലിന്നിലായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഗോൺ ഗേൾ വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാർപ്പ് ഒബ്ജക്ട്സ് പിക്ക് ചെയ്യുന്നത്. സോ ഷാർപ്പ് ഒബ്ജക്ട്സിലെ മെയിൻ ക്യാരക്ടർ കമിലെ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ അവൾ അവളുടെ നാട്ടിലല്ല നിൽക്കുന്നത്. അപ്പോൾ അവൾ അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ബിക്കോസ് നാട്ടിലൊരു ഡിസപ്പിയറിങ് മിസ്സിംഗ് ഗേൾസ്, അതുപോലെ എന്താ പറയുക ഒരു മർഡർ ഒക്കെ സംഭവിക്കുന്ന കാരണം അവൾ തിരിച്ചു പോവാണ് ടു റിപ്പോർട്ട് ദാറ്റ്. അപ്പോൾ അവൾ അവളുടെ ഫാമിലിയുമായിട്ട് റീകണക്ട് ആവാണ്. ബട്ട് അവൾക്ക് അവളുടെ അമ്മനെ അത്രയും അമ്മയും അവളും തമ്മിൽ അത്ര നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്. അതുപോലെ തന്നെ അവളുടെ സിസ്റ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പും കുറച്ച് നല്ലതല്ല. അപ്പൊ അതൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്. എൻ്റെ ഷീസ് ബിഹൈൻഡ് ദിസ് മിസ്സിംഗ് ഗേൾസ് ആ ഒരു കേസുമായിട്ട്. ഷാർപ്പ് ഒബ്ജക്ട്സ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് മൈ ജോസ് വാസ് ഓൺ ദ ഫ്ലോർ. ഐ വാസ് സോ എന്താ പറയാ, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഒറ്റ ട്വിസ്റ്റ്. അതെനിക്കിപ്പോഴും ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അത് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് സോ ഗുഡ്. എങ്ങനെ അത് എഴുതിയെന്ന് എനിക്കറിയില്ല, ബിക്കോസ് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മേ ബി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചിലപ്പം യുൽ സീ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, ബട്ട് യു വിൽ ബി സോ ഷോക്ക്ഡ്. ആൻഡ് ഇത്രയും നേരം നമ്മുടെ മൂക്കിന് തുമ്പത്തുണ്ടായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ. ആൻഡ് ഐ വാസ് ഈക്വലി അമേസ്ഡ്. ബട്ട് ഗോൺ ഗേളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് വാസ് എ 4 സ്റ്റാർ റീഡ്. സോ ഷാർപ്പ് ഒബ്ജക്ട്സിലെ മെയിൻ ക്യാരക്ടറിനുമായിട്ട് എനിക്ക് അത്രയും സിങ്ക് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗോൺ ഗേളിന്റെ പോലെ. ആൻഡ് റൈറ്റിംഗ് എവറിത്തിങ് വാസ് സിമിലർ ഗോൺ ഗേളിന്റെ അതുപോലെ തന്നെ. ബട്ട് ലിറ്റിൽ ബിറ്റ് ടഫ് ആയിരുന്നു ഷാർപ്പ് ഒബ്ജക്ട്സ്. സോ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലേഴ്സ്. സോ അതായിരുന്നു എൻ്റെ ഷാർപ്പ് ഒബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ. ഇനി ദ നെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഫ്രം ഹർ ഇസ് ഡാർക്ക് പ്ലേസസ്. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ദിസ് ഫീലിംഗ് ലൈക്ക് ദിസ് പ്ലോട്ട് ട്വിസ്റ്റ് ഇസ് സോ ഗുഡ്. ഇറ്റ് വാസ് എ സോളിഡ് ത്രില്ലർ. എന്താ പറയാ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിൽ ബി സോ കണ്ടന്റ്, വിൽ ഹാവ് എല്ലാതും. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ട്വിസ്റ്റ്, എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് നത്തിങ് ഇമ്പാക്ട്സ് യു, അല്ലെങ്കിൽ ഒന്നും അത്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിലെ മെയിൻ ക്യാരക്ടർ ലിബി, അവളുടെ ഫാമിലി മൊത്തം മരിക്കുകയാണ്, ഒരു മാസ് മർഡർ. ആൻഡ് അവളുടെ ബ്രദറാണ് അക്യൂസ്ഡ് ആയിട്ട് ജയിലിൽ പോകുന്നത്, ലൈക്ക് ഫോർ 25 years. അപ്പൊ ആഫ്റ്റർ 25 years അവൾക്കൊരു അനോണിമസ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുകയാണ്, ലൈക്ക് ബെന്ന ആയിരിക്കില്ല, ബെന്ന അല്ലെങ്കിലോ ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. ആൻഡ് അവൾ അതിലേക്ക് കുറച്ച് ഡിഗ് ചെയ്യാണ്. സോ അതൊക്കെയാണ്. ബട്ട് ദിസ് വാസ് സോ ഡിപ്രസിങ്, ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് ബുക്ക് ആയിരുന്നു ഇത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ദിസ് ഇസ് എ സോളിഡ് ത്രില്ലർ. അപ്പോൾ ഐ കുഡ് റെക്കമെൻഡ് ദിസ് ടു എനിവൺ. സോ അങ്ങനത്തെ ഒരു ബുക്കാണ്. ഇഫ് യു ഹാവൻ റെഡ് ഇറ്റ് യു ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ദ ലാസ്റ്റ് ബുക്ക് ഐ ഹാവ് റെഡ് ഫ്രം ഹർ ഇസ് ദ ഗ്രോൺ അപ്പ്. ഇതൊരു ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 64 പേജിൽ ഒരു ഷോർട്ട് ബുക്കാണ്. ലൈക്ക് ഒരു 1 hourലൊക്കെ വായിക്കാൻ പറ്റിയത്. ഞാൻ വായിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ, ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് വായിക്കുന്നത്. ലൈക്ക് അപ്പൊ തന്നെ അത് കംപ്ലീറ്റ് ആയും ചെയ്തു. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു ഫോർച്യൂൺ ടെല്ലറാണ്. ആൻഡ് ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്. അപ്പോൾ അത്
കാരണം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഷീ ഈസ് സെൻസിങ് ഇറ്റ്. സോ അത് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് 64 പേജേ ഉള്ളൂ, വളരെ ഷോർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. ദ റൈറ്റിംഗ് ഈസ് ഫിനോമിനൽ ലൈക്ക് ഓൾവേസ്. എൻഡിങ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻഡിങ് ആണ്. വി കൻ പ്രെഡിക്റ്റ് എനിത്തിങ്. സോ ഞാൻ ആ ഒരു ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ എങ്ങനെ ഈ ഒരു ചെറിയ ബുക്കിന് ഇങ്ങനൊരു ഓപ്പൺ എൻഡിങ് കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനൊരു നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിക്കാൻ പറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെറിയൊരു ബുക്കിന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നായിരുന്നു എൻ്റെ ഒരു ഫീലിംഗ്. സോ ഓവറോൾ ഞാൻ ഈ ഒരു ഗില്ലിയൻ ഫ്ലിന്റെ എല്ലാ ബുക്സ് വായിച്ചിട്ടും ഐ വാസ് ഓൺ ദ പോസിറ്റീവ് സൈഡ്. എനിക്കെല്ലാം തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ക്ലോസ് ടു ഹാർട്ടാണ്. ആൻഡ് എല്ലാം തന്നെ സോളിഡ് ആയിട്ടുള്ള ത്രില്ലേഴ്സ് ആണ്. ഒന്നും ഞാൻ ബാഡ് ആണെന്ന് പറയില്ല. ഡാർക്ക് പ്ലേസസ് ആയിരുന്നു കുറച്ച് ഫൊഗറ്റബിൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ. ബാക്കി രണ്ടും നമ്മൾ ഹോണ്ട് ചെയ്യും ഫോർ എവർ. സോ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗില്ലിയൻ ഫ്ലിന്നിന്റെ വായിച്ചിട്ട്. ബട്ട് മേ ബി നിങ്ങളിപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ റിയലി എൻജോയ്ഡ് റീഡിങ് ഹർ ബുക്സ്. എനിക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഗില്ലിയൻ ഫ്ലിൻ ഒരു ബുക്കും റിലീസ് ചെയ്യാത്തത്. ലൈക്ക് ചില ബുക്സിന്റെ ഒക്കെ ബ്ലർബ്സിൽ കമന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് നോട്ട് കമ്മിങ് അപ്പ്. വാട്ട് എവർ ഇനി ഫ്യൂച്ചറിൽ ഒരു ബുക്ക് എഴുതുന്നുണ്ടെങ്കിലും I'll read that. I really hope that she comes back with a huge, എന്താ പറയുക, ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ത്രില്ലർ എറേന്ന് ഒരു കംപ്ലീറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ബുക്കുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതുപോലെ ക്ലോസ് ടു ഹാർട്ട്, നിങ്ങളുടെ ലൈഫിൽ റീഡിങ് ജേർണിയിൽ ഒരു ഭാഗമായ, നിങ്ങളെ ഇമ്പാക്ട് ചെയ്ത, നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ള ഏതെങ്കിലും ഓതർ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ദം ഡൗൺ ബിലോ. സോ ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആണ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ബുക്കിഷ് കോണ്ടന്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.